ഇതുകൊണ്ട് നിന്റെ ആഗ്രഹമെല്ലാം സാധ്യമാക്കാം വാൾട്ടർ. അങ്ങനെയാണെങ്കിൽ നാളെ ഈ സമയത്ത് ജാക്കിയെ എന്റെ താളത്തിനൊത്ത് തുള്ളിക്കാൻ എനിക്ക് സാധിക്കുന്നതാണ്. മാന്ത്രിക കല്ലും ഇവിടെ എത്തിക്കാം. മന്ത്ര കയ്യിലുള്ള ലിപികളെ ഞാൻ റിസർച്ച് ചെയ്ത് നോക്കി. പക്ഷെ റിസൾട്ട് കണ്ടപ്പോ എനിക്ക് ഭയങ്കര അതിശയം തോന്നുക. ഈ മാന്ത്രിക കല്ല് ഉപയോഗിച്ചാൽ ഉള്ളിലുള്ള ഏലിയൻ ശക്തികൾ മുഴുവൻ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഈ മാന്ത്രിക കല്ല് ഉപയോഗിച്ചാൽ ഉള്ളിലുള്ള ഏലിയൻ ശക്തിയൊക്കെ പുറത്തു വന്ന് മനുഷ്യരുടെ തലച്ചോറിനെ ബാധിച്ച് കിറുക്കന്മാരാക്കും. ഈ ഏലിയൻസ് അവരുടെ ഗ്രഹത്തിൽ നിന്ന് ആരെങ്കിലും വിളിക്കോ? ഇത് അപകടം പിടിച്ച മാന്ത്രിക കല്ലാണോ? അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. ഈ മാന്ത്രിക കല്ലിൽ അപൂർവ മാന്ത്രിശക്തിയുണ്ട്. ഹലോ ജാക്കി, വേറൊരു മാന്ത്രിക കല്ല് എവിടെ ഉണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. വേഗം പുറപ്പെട്. സൗത്ത് ഡെക്കോട്ടാവിലുള്ള മൗണ്ട് റഷ്മോറിലേക്ക് നീ പോകണം. ഇതാ ഇപ്പോഴേ പോകാം. ഞാനും. ഇപ്പൊ നീ വരണ്ട. നീ ഒരു കാര്യം ചെയ്യ, ഈ മാന്ത്രിക കല്ലിനെ കുറിച്ച് അങ്കിളിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ നോക്ക്. നമുക്ക് ജോലി തുടങ്ങാം അങ്കിൾ. കടയിൽ ചെന്ന് മാന്ത്രിക കല്ല് വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വാവ്, എന്ത് ഭംഗിയായി കണ്ണിന്. പക്ഷെ എനിക്ക് ഇതുകൊണ്ട് ആവശ്യമുണ്ട്. പാമ്പിന്റെ മുദ്രയുള്ള മാന്ത്രിക കല്ല്, ഇതെല്ലാം ഞാൻ മുമ്പ് എടുത്തിരുന്നത്. അയ്യോ, വാൾട്ടർ. അതെ, ഞാൻ തന്നെയാ. ഓ, പാമ്പ് കടിച്ചോ? നീ ചത്തുപോവുമല്ലോ. എന്റെ ഉള്ളിൽ വിഷം കുത്തിവെക്കാനാണോ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഈ വിഷത്തിന്റെ ശക്തി നിന്റെ രക്തത്തിൽ കലർന്ന് നീ എത്രയും പെട്ടെന്ന് ഒരു കല്ലായി മാറാൻ പോവുകയാണ്. മാന്ത്രിക കല്ലിനെ ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ എല്ലാം കണ്ണുമൂടി വിശ്വസിക്കാൻ മാത്രം ഞാൻ മണ്ടനല്ല. ഇപ്പൊ വിശ്വസിക്കുമോ എന്ന് നോക്കാം. ജാക്കി, 12 മണിക്കൂർ കൊണ്ട് ഈ ശില്പങ്ങളെ പോലെ നീയും ഒരു ശില്പമായി മാറുന്നതാണ്. മനുഷ്യനെ കല്ലാക്കി മാറ്റാനുള്ള വിഷം പ്രവർത്തിക്കുവാൻ 12 മണിക്കൂർ വേണം. അഥവാ നിനക്ക് കല്ലാകുവാൻ ഇഷ്ടമില്ലെന്ന് നീ എന്നോട് പറഞ്ഞാൽ മാറ്റുമരുന്ന് തന്ന് നിന്നെ വീണ്ടും മനുഷ്യനാക്കാൻ എനിക്ക് സാധിക്കും. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനൊരു ബിസിനസ്മാനാണ് ജാക്കി. സെക്ഷൻ 13 മാന്ത്രിക കല്ല് കൊണ്ടുവന്ന് തന്നാൽ നിനക്ക് മാറ്റുമരുന്ന് തരാം. എന്റെ ഡീലിന് നിനക്ക് സമ്മതമാണെങ്കിൽ വൈറ്റ് ടവറിൽ ചെന്ന് എന്റെ ആൾക്കാരെ ചെന്ന് കാണണം. അതായത് 11 മണിക്കൂർ 52 മിനിറ്റിന് ശേഷമേ കാണാൻ പാടുള്ളൂ. തിരിച്ചു വരുമ്പോൾ മാന്ത്രിക കല്ല് കൊണ്ടുവരാൻ മറക്കരുത്. വാൾട്ടർ, എനിക്ക് ആ മറുമരുന്ന് താ. ആ മറുമരുന്ന് എടുത്തുകൊണ്ടുവരാൻ മാത്രം ഞാനൊരു വിഡ്ഢിയല്ല. ദ്രോഹി. മാന്ത്രിക കല്ല് കൊണ്ടുവരുന്നവരെ നീ ജീവനോടെ ഇരിക്കണം. മരുന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങി. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ നോക്ക്. ഇവിടെ നിന്ന് 2 മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണം നിനക്ക്. അനാവശ്യമായി സമയം പാഴാക്കേണ്ട.